നമസ്കാരം, ആൽബർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജോബി. പ്രധാന വാർത്തകളിലേക്ക്. ഇന്റർ കോളേജ് ഫുട്ബോൾ ടൂർണമെന്റിൽ വിജയികളായി സെയിന്റ് ആൽബർട്ട്സ് കോളേജ് ടീം. സാൻസ്കോ പ്രാർത്ഥന എഡ്യൂക്കെയർ പ്രൊജക്ടിന്റെ ഭാഗമായുള്ള സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. ഇംഗ്ലീഷ് അസോസിയേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സെയിന്റ് ആൽബർട്ട്സ് കോളേജ്. സെമിനാർ സംഘടിപ്പിച്ച് സെയിന്റ് ആൽബർട്ട്സ് കോളേജിലെ എക്കണോമിക്സ് വിഭാഗം. സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം സംഘടിപ്പിച്ച് ട്രാവൽ ആൻഡ് ടൂറിസം വിഭാഗം. പ്ലേസ്മെന്റ് പ്രിപ്പറേഷൻ ടോക്ക് സംഘടിപ്പിച്ച് ട്രാവൽ ആൻഡ് ടൂറിസം വിഭാഗം. ഫാക്കൽറ്റി എൻറിച്ച്മെന്റ് പ്രോഗ്രാം സംഘടിപ്പിച്ച് സെയിന്റ് ആൽബർട്ട്സ് കോളേജ്. ആൽബർഷ്യൻ കൾച്ചറൽ ഡേയ്സിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ച് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് വിഭാഗം. വാർത്തകൾ വിശദമായി. ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് വിഭാഗവും ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗവും സംയുക്തമായി സംഘടിപ്പിച്ച ഇന്റർ കോളേജ് ഫുട്ബോൾ ടൂർണമെന്റായ ലോജിസ്റ്റിക്സ് കപ്പ് 2024 സെയിന്റ് ആൽബർട്ട്സ് കോളേജിലെ ഫുട്ബോൾ ടീം വിജയികളായി. സെയിന്റ് ആൽബർട്ട്സ് കോളേജിലെ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് വിഭാഗവും ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗവും സംയുക്തമായി സംഘടിപ്പിച്ച ഇന്റർ കോളേജ് ഫുട്ബോൾ ടൂർണമെന്റിലാണ് വിദ്യാർത്ഥികൾ വിജയികളായത്. 40 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഫൈനലിൽ സെയിന്റ് ആൽബർട്ട്സ് കോളേജ് തേവര സേക്രഡ് ഹാർട്ട് കോളേജിനെ 2-0 പരാജയപ്പെടുത്തിയത്. സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു ഫുട്ബോൾ എന്ന ആപ്തവാക്യത്തിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റ് സബ് ഡിവിഷണൽ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ പി രാജ്കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ വനിതാ ബ്ലൈൻഡ് ഫുട്ബോളിന്റെ അസിസ്റ്റന്റ് കോച്ചും ഗോൾ ഗൈഡും മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ പ്ലെയറുമായ CV സീന സമ്മാനദാനം നിർവഹിച്ചു. സെയിന്റ് ആൽബർട്ട്സ് കോളേജിലെ വിദ്യാർത്ഥികൾക്കായി സാൻസ്കോ പ്രാർത്ഥന എഡ്യൂക്കെയർ പ്രൊജക്ടിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളുടെ വിതരണം നടത്തി. ഓഗസ്റ്റ് 29 സെയിന്റ് ആൽബർട്ട്സ് കോളേജിലെ NSS യൂണിറ്റിന്റെയും ഓഫീസ് ഓഫ് ദ ഡീൻ റിസോഴ്സ് മൊബിലൈസേഷന്റെയും നേതൃത്വത്തിൽ സംയുക്തമായി സംഘടിപ്പിച്ച ചടങ്ങിലാണ് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തത്. ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ അസോസിയേഷനായ ദ ഇംഗ്ലീഷ് അസോസിയേഷൻ ടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓഗസ്റ്റ് 29 മെലാനോ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ കവയിത്രിയും ദളിത് ആക്ടിവിസ്റ്റുമായ അലീന ആകാശ് മിഠായി മുഖ്യാതിഥിയായി. പരിപാടിയോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ പുസ്തക പീടിക എന്ന പേരിൽ പുസ്തകമേളയും സംഘടിപ്പിച്ചു. സെയിന്റ് ആൽബർട്ട്സ് കോളേജിലെ NSS യൂണിറ്റും എക്കണോമിക്സ് വിഭാഗവും സംയുക്തമായി സെമിനാർ സംഘടിപ്പിച്ചു. വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് പേഴ്സണൽ ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഓഗസ്റ്റ് 29 രാവിലെ 10 മണിക്ക് ഇമ്മാനുവൽ ഹാളിൽ വെച്ച് നടന്ന സെമിനാറിൽ ക്വാളിഫൈഡ് പേഴ്സണൽ ഫിനാൻസ് പ്രൊഫഷണലും AMFI രജിസ്റ്റർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുമായ ജഗദീഷ് പൈ സെഷൻ നയിച്ചു. സെയിന്റ് ആൽബർട്ട്സ് കോളേജിലെ ട്രാവൽ ആൻഡ് ടൂറിസം വിഭാഗം സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് 30 നടത്തപ്പെട്ട പരിപാടിയിൽ JCI ഇന്ത്യയുടെ നാഷണൽ ട്രെയിനർ ജയന്തി കൃഷ്ണചന്ദ്രനാണ് സെഷൻ നയിച്ചത്. സെയിന്റ് ആൽബർട്ട്സ് കോളേജിലെ ട്രാവൽ ആൻഡ് ടൂറിസം വിഭാഗം പ്ലേസ്മെന്റ് പ്രിപ്പറേഷൻ ടോക്ക് സംഘടിപ്പിച്ചു. സെയിന്റ് ആൽബർട്ട്സ് കോളേജിലെ ട്രാവൽ ആൻഡ് ടൂറിസം വിഭാഗവും ശ്രീശങ്കര ഏവിയേഷൻ അക്കാദമിയും സംയുക്തമായി ഓഗസ്റ്റ് 30 സെഷൻ സംഘടിപ്പിച്ചത്. എമിറേറ്റ്സ് എയർലൈൻ സ്റ്റാഫ് ട്രെയിനറായ ശ്രീ അജു VS ശ്രീശങ്കര ഏവിയേഷൻ അക്കാദമിയുടെ മാനേജിംഗ് പാർട്ണറായ ജിന്ത്യ ശിവദാസുമാണ് സെഷൻ നയിച്ചത്. അധ്യാപകർക്കായി 5 ദിവസത്തെ ഫാക്കൽറ്റി എൻറിച്ച്മെന്റ് പ്രോഗ്രാം സെയിന്റ് ആൽബർട്ട്സ് കോളേജ് സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 4 വരെ നടത്തപ്പെട്ട ശില്പശാലയിൽ സെയിന്റ് ആൽബർട്ട്സ് കോളേജ് രജിസ്ട്രാർ റെവറൻഡ് ഫാദർ ഷൈൻ പോളി കളത്തിൽ സെഷനുകൾ നയിച്ചു. ഓഫീസ് ഓഫ് ദ ഡീൻ അക്കാഡമിക്സും ഓഫീസ് ഓഫ് ഡീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ആൽബർഷ്യൻ കൾച്ചറൽ ഡേയ്സിന്റെ ഭാഗമായി ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് വിഭാഗം വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് 30 ഉച്ചയ്ക്ക് 1 മണി മുതൽ ബെച്ചിനേലി ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു.
ലോജിസ്റ്റിക്സ് വിഭാഗം, ഓഫീസ് ഓഫ് ദ ഡീൻ, സ്റ്റുഡന്റ് അഫയേഴ്സുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. വാർത്തകൾ അവസാനിച്ചു. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.